സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. പത്തനംതിട്ടയിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട്. തമിഴ്നാട്ടിലും കനത്ത മഴ. സംസ്ഥാനത്ത് ഈ മാസം 31-ന് കാലവർഷം എത്തുമെന്ന റിപ്പോർട്ട്. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ രാത്രിയാത്രാ നിരോധനം. നാളെ മുതൽ 23 വരെ 7 മണിക്ക് ശേഷം യാത്ര നിരോധിച്ചു. ഗവി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയിലും യാത്രാ നിരോധനം. സോളാർ സമരത്തിൽ ജോൺ മുണ്ടക്കയത്തെ തള്ളി NK പ്രേമചന്ദ്രൻ. മുണ്ടക്കയത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതം. സമരം അവസാനിപ്പിക്കാൻ ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല. അവിഹിതമായ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്നും പ്രേമചന്ദ്രൻ. ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ആരാണ് മുൻകൈയെടുത്തതെന്നതിന് പ്രസക്തിയില്ലെന്ന് തിരുവഞ്ചൂർ. ഇപ്പോഴത്തെ ചർച്ചകൾ ഉമ്മൻചാണ്ടിയെ തേജോവധം ചെയ്യാനെന്ന് ചാണ്ടി ഉമ്മൻ. സ്വാതി മലിവാളിനെ ആക്രമിച്ച കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ PA അറസ്റ്റ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന്. പരാതിയിൽ പറയുന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ദൃശ്യങ്ങളിൽ സ്വാതിക്ക് ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ആം ആദ്മി. സ്വാതിയുടെ ദേഹത്ത് പരിക്കുകളുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തിൽ ദില്ലി പോലീസിനോട് റിപ്പോർട്ട് തേടി സാകേത് കോടതി. എന്ത് നടപടിയെടുത്തെന്ന് വ്യക്തമാക്കണമെന്ന് കോടതി. 5ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. ജനവിധി നേടുന്നത് 49 മണ്ഡലങ്ങൾ. സുപ്രഭാതം കത്തിച്ചതിൽ മറുപടിയില്ലാതെ ലീഗ് നേതൃത്വം. സമസ്ത ലീഗിനെ വിഷമിപ്പിച്ചുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. രാജ്യസഭാ സീറ്റ് ലീഗിന് തന്നെ എന്നത് നേരത്തെ ധാരണയായതാണെന്നും കുഞ്ഞാലിക്കുട്ടി. കേരള കോൺഗ്രസിനെ UDFിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള വീക്ഷണം മുഖപ്രസംഗം. മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമെന്ന് പ്രതിച്ഛായ. കൊച്ചിയിൽ ലഹരി സംഘം പിടിയിൽ. അറസ്റ്റിലായത് യുവതിയടക്കം 6 പേർ. കൊക്കൈനടക്കം ലഹരി മരുന്നുകളും പിടികൂടി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം തേടി പ്രതി രാഹുലിന്റെ അമ്മയും സഹോദരിയും കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. രാഹുലിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുന്നു. കേസിൽ മാധ്യമങ്ങൾക്ക് രൂക്ഷ വിമർശനവുമായി വനിതാ കമ്മീഷൻ. തിരുവനന്തപുരം ബംഗളൂരു എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ തിരിച്ചിറക്കി. സാങ്കേതിക തകരാർ മൂലമാണ് വിമാനം തിരിച്ചിറക്കിയതെന്ന് അധികൃതർ. കോഴിക്കോട് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർക്ക് വീഴ്ചയെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. രോഗിയുടെ ബന്ധുക്കളെ ശസ്ത്രക്രിയാ വിവരം അറിയിക്കുന്നതിൽ ഡോക്ടർക്ക് വീഴ്ച പറ്റിയെന്ന് പ്രാഥമിക റിപ്പോർട്ട്. കനയ്യകുമാറിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ BJP എന്ന് കോൺഗ്രസ്. നോർത്ത് ഈസ്റ്റ് ദില്ലിയിലെ എതിർ സ്ഥാനാർത്ഥി മനോജ് തിവാരിയുടെ കൂട്ടാളികളാണ് അക്രമികളെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്ത്. ശബരിമല പമ്പ ക്ലോക്ക് റൂമിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചത് BJP പ്രവർത്തകരെന്ന ക്ലോക്ക് റൂം കരാറുകാരൻ. BJP പ്രവർത്തകർ പിരിവ് ചോദിച്ചെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ട് കരാറുകാരൻ. തിരുവനന്തപുരം കല്ലമ്പലത്ത് സ്വകാര്യ ബസ് റോഡിൽ മറിഞ്ഞ അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്കു ഗുരുതരമല്ല. സമസ്ത മുഖപത്രമായ സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം ബഹിഷ്കരിച്ചതിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ. പാർട്ടി വർക്കിംഗ് കമ്മിറ്റിയാണ് പ്രധാനമെന്ന് സാദിഖ് അലി തങ്ങൾ. കൊടും ചൂടിലുരുകി ദില്ലി അടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. പടിഞ്ഞാറൻ ദില്ലിയിലെ നജഫ്ഗഡിൽ താപനില 47.4 ഡിഗ്രി വരെ ഉയർന്നു. ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ ദില്ലിയിൽ ഓറഞ്ച് അലർട്ട്.
അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും. 2027 വരെ ലൂണ ബ്ലാസ്റ്റേഴ്സിനൊപ്പം കരാർ നീട്ടി. സീസണിൽ പരുക്കിനെ തുടർന്ന് 9 മത്സരങ്ങൾ മാത്രമാണ് ലൂണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇറങ്ങിയത്. +1 സീറ്റ് വിഷയത്തിലെ പ്രതിഷേധം രാഷ്ട്രീയ മുതലെടുപ്പെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അതിനു മുൻപിൽ സർക്കാർ മുട്ടുമടക്കില്ല. മുഴുവൻ വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനത്തിലുള്ള അവസരം ഒരുക്കുമെന്നും വി ശിവൻകുട്ടി. പുതിയ അക്കാദമിക് വർഷം ഭിന്നശേഷി സൗഹൃദമാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചില സ്കൂളുകൾ ഭിന്നശേഷി കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നതിൽ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് 2 കേസുകൾ പരിശോധിച്ചുവെന്നും മന്ത്രി. തൃശൂരിൽ കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന +2 വിദ്യാർത്ഥി മരിച്ചത് തമ്പാൻകടവ് സ്വദേശി അനന്തു കൃഷ്ണൻ. കടന്നൽ ആക്രമണം വ്യാഴാഴ്ച വൈകിട്ട് വീടിന് മുകളിലെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയപ്പോൾ. തൃശൂർ കൊടുങ്ങല്ലൂർ അഴീക്കോട് തീരത്തോട് ചേർന്ന് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടികൂടി. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് പിടിച്ചെടുത്തത് പള്ളിപ്പുറം സ്വദേശി നിതീഷിന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ട്. കാക്കനാട് ഇൻഫോ പാർക്കിൽ മോഷണം. IT സ്ഥാപനത്തിൽ നിന്നും 9 ലാപ്ടോപ്പുകളും 5 പ്ലേ സ്റ്റേഷനുകളും മോഷ്ടിച്ചു. മോഷണം നടന്നത് ഫേസ് 1 AI സ്ഥാപനത്തിൽ. മഞ്ഞുമൽ ബോയ്സ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരായ വഞ്ചനാ കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 1 മാസത്തേക്കാണ് സ്റ്റേ. കോടതി ഇടപെടൽ പറവ ഫിലിംസിന്റെ ഉടമകൾ സമർപ്പിച്ച ഹർജിയിൽ. ഫോൺ വഴി പരിചയപ്പെട്ട അനാഥ സ്ത്രീയെ കുന്നമംഗലത്തെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ 3 പേർ പിടിയിൽ. മുഹമ്മദ് ഷാഫി, മുഹമ്മദ് ഷബീൽ, മുഹമ്മദ് ഫൈസൽ എന്നിവരെ കോഴിക്കോട് കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പീഡനം നടന്നത് 2 വർഷം മുൻപ്. പെരുമ്പാവൂരിൽ ഹോട്ടൽ മാനേജറും ഇതര സംസ്ഥാന തൊഴിലാളിയുമടക്കം 3 പേർ അനാശാസ്യത്തിന് അറസ്റ്റിലായി. പോലീസ് പിടികൂടിയത് ഒഡീഷ സ്വദേശി രഞ്ജിത് റൌട്ട്, മുർഷിദാബാദ് സ്വദേശി രജിബുൽ മുല്ല, ഹോട്ടൽ മാനേജർ കൂവപ്പടി സ്വദേശി ജെയിംസ് എന്നിവരെ. മണ്ണാർക്കാട് വൻ മയക്കുമരുന്ന് വേട്ട. നിരോധിത മയക്കുമരുന്നുമായി ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് 9.56 ഗ്രാം നിരോധിത മയക്കുമരുന്ന് കണ്ടെടുത്തു. വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് മെഗാ ഭവന സന്ദർശന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സന്ദർശനം ആരോഗ്യവകുപ്പ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, മാലിന്യമുക്ത നവകേരളം പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ. വയനാട് മേപ്പാടി റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ വിനോദസഞ്ചാരിയായ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായത് റിസോർട്ട് നടത്തിപ്പുകാരിൽ ഒരാളായ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി CK ഷറഫുദ്ദീൻ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. സംഭവത്തിൽ കൂടുതൽ പേർ അറസ്റ്റിലായേക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഓപ്പറേഷൻ ആഗ് നടപടി ശക്തമാക്കി പോലീസ്. എറണാകുളം റൂറൽ ജില്ലയിൽ 28 ക്രിമിനലുകൾ അറസ്റ്റിലായി. വയനാട്ടിൽ വാറന്റ് കേസിൽ പ്രതികളായ 27 പേർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെ നിയമ നടപടികൾ സ്വീകരിച്ചു. പഞ്ചാബ് സൈബർ ക്രൈം ഡിവിഷൻ മൊഹാലിയിൽ പ്രവർത്തിക്കുന്ന 2 വ്യാജ കോൾ സെന്ററുകൾ കണ്ടെത്തി. US-ൽ താമസിക്കുന്നവരെ വഞ്ചനാപരമായ കോളുകൾ വിളിച്ച് കബളിപ്പിച്ചതിന് 155 ജീവനക്കാരെ അറസ്റ്റ് ചെയ്തതായി പോലീസ്. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ കനത്ത മഴ. നീലഗിരി ജില്ലയിലേക്കുള്ള യാത്ര മെയ് 20 വരെ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. 3 ദിവസം കനത്ത മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്ത യുവാവ്
മരിക്കുന്നതിന് മുൻപ് ഭാര്യയുടെ മൃതദേഹത്തിനൊപ്പം സെൽഫി എടുത്തതായും റിപ്പോർട്ട്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് സംഭവം. പറന്നുയർന്ന വിമാനത്തിന്റെ AC യൂണിറ്റിൽ തീപിടുത്തമുണ്ടായെന്ന സംശയത്തെ തുടർന്ന് തിരിച്ചിറക്കി. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ A807 വിമാനമാണ് തിരിച്ചിറക്കിയത്. ഇന്ത്യയിൽ നിന്നുള്ള ആയുധശേഖരവുമായി ഇസ്രയേലിലേക്ക് പോയ കപ്പലിന് സ്പെയിൻ സർക്കാർ തുറമുഖത്ത് പ്രവേശനാനുമതി നിഷേധിച്ചു. സ്പെയിനിന്റെ തെക്കുകിഴക്കൻ ഭാഗത്തെ തുറമുഖമായ കാർട്ടഗേനയിൽ മെയ് 21 നങ്കൂരമിടാനാണ് മരിയാന ഡാനിക്ക എന്ന ചരക്ക് കപ്പൽ അനുമതി തേടിയത്. ഇടതുമുന്നണി സർക്കാരിനെ അട്ടിമറിക്കാൻ നന്ദിഗ്രാമിൽ കലാപവും കൂട്ടക്കൊലയും സംഘടിപ്പിച്ചത് താനാണെന്ന് മമതാ ബാനർജിയുടെ വെളിപ്പെടുത്തൽ. CPM പ്രവർത്തകരുടെ ഇടയിലേക്ക് തൃണമൂൽ പ്രവർത്തകർ നുഴഞ്ഞുകയറിയാണ് കലാപവും വെടിവയ്പും നടത്തിയത്. 2007 മാർച്ച് 14 സംഭവത്തിൽ 14 പേരാണ് കൊല്ലപ്പെട്ടത്. അമേരിക്കയിലെ ടെക്സാസിൽ കനത്ത മഴയും ചുഴലിക്കാറ്റും 4 മരണം റിപ്പോർട്ട് ചെയ്തു. ലൂസിയാന മേഖലയിലേക്ക് ചുഴലിക്കാറ്റ് നീങ്ങിയെങ്കിലും ജാഗ്രത തുടരാൻ പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ്. ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈൽ വർഷിച്ചുവെന്ന ആരോപണവുമായി ദക്ഷിണ കൊറിയൻ സേനയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മിസൈൽ ആക്രമണത്തിന്റെ വിശദവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് സ്പീക്കർ നാൻസി പെലോസിയുടെ ഭർത്താവിനെ ആക്രമിച്ചയാൾക്ക് 30 വർഷം തടവു ശിക്ഷ. ഒരാഴ്ച നീണ്ട വിചാരണയ്ക്ക് ശേഷം സാൻ ഫ്രാൻസിസ്കോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 84-കാരനായ പോൾ പെലോസി ചികിത്സയിൽ. ജർമ്മനിയിൽ ട്രെയിനിൽ ആക്രമണം നടത്തിയ പ്രതിക്ക് ജീവപര്യന്തം തടവു ശിക്ഷ. 2 പേരെ കൊല്ലുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഉണ്ടായത് 2023-ൽ. ശിക്ഷ വിധിച്ചത് 34-കാരന്. ജർമ്മനിയിൽ ചികിത്സയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ പദ്ധതികൾ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ജർമ്മനിയിൽ ആശുപത്രി നവീകരണത്തിന് തുടക്കമിട്ടു. മന്ത്രിസഭ അംഗീകാരം നൽകിയത് ആരോഗ്യമന്ത്രി ലൗട്ടർബാഹ് കൊണ്ടുവന്ന പദ്ധതിക്ക്. അഫ്ഗാനിസ്ഥാനിലെ ബമിയാനിൽ 3 സ്പാനിഷ് ടൂറിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായി സ്പെയിൻ. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. സംഭവത്തിൽ 4 പേർ അറസ്റ്റിലായതായി സൂചന. സൗദിയിലെ ജുബൈലിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി ഷിജു കൊച്ചുകുഞ്ഞിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. നവോദയ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലായിരുന്നു മൃതദേഹം നാട്ടിലെത്തിച്ചത്. എയർപോർട്ടിൽ നിന്ന് നോർക്കയുടെ സൗജന്യ ആംബുലൻസിന്റെ സഹായവും ലഭിച്ചു. SK പൊറ്റക്കാട് സ്മാരക സമിതിയുടെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കഥാപുരസ്കാരം പ്രവാസിയായ അക്ബർ ആലിക്കരയുടെ ചിലക്കാത്ത പല്ലിക്ക് ലഭിച്ചു. പുരസ്കാരം നിർണയിച്ചത് പ്രൊഫസർ MK സാനു, ഡോക്ടർ P സോമൻ, സുജ സൂസൻ ജോർജ് എന്നിവരടങ്ങുന്ന ജൂറി. ലോക ഹൈപ്പർ ടെൻഷൻ ദിനം പ്രമാണിച്ച് ദുബായിലെ Med7 ക്ലിനിക് ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നു. പരിപാടി നാളെ വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെ ഖിസൈസിലെ Med7 നാസർ ക്ലിനിക്കിൽ സൗജന്യ രക്തസമ്മർദ്ദ പരിശോധന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടക്കും. UAE-യിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ദുബായ് ഇക്കോണമി ആൻഡ് ടൂറിസം ലുലു ഗ്രൂപ്പുമായി കരാർ ഒപ്പിട്ടു. ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ലുലുവിന്റെ ലോകമെമ്പാടുമുള്ള സൂപ്പർമാർക്കറ്റ് ശൃംഖല വഴി വിൽപ്പന നടത്താമെന്ന് ലുലു അധികൃതർ അറിയിച്ചു. ഈ വർഷത്തെ ഹജ്ജിനായി ഇന്ത്യയിൽ നിന്ന് ജിദ്ദ വഴിയുള്ള ആദ്യ സംഘമെത്തി. ആദ്യ ഇന്ത്യൻ ഹജ്ജ് സംഘത്തെ സ്വീകരിക്കാൻ ജിദ്ദ നവോദയയും വിമാനത്താവളത്തിലെത്തി. ഈ വർഷം ആദ്യമായി ജിദ്ദയിലെത്തിയത് 644 ഹാജിമാർ.
ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. മഹേഷ് പി ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രം മെയ് 31 മുതൽ തിയേറ്ററുകളിൽ. അന്ന രേഷ്മ രാജനാണ് നായിക. മനു രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത ഹൊറർ ഫാന്റസി ചിത്രം ഗു തിയേറ്ററുകളിൽ. സൈജു കുറുപ്പ്, ദേവനന്ദ, അശ്വതി മനോഹരൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ. ഏരീസ് ഗ്രൂപ്പിന്റെ ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കർണിക തിയേറ്ററുകളിലേക്ക്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. അരുൺ വെൺപാലയാണ് സംവിധായകൻ. നിത്യഹരിത നായകൻ എന്ന ചിത്രത്തിന് ശേഷം ധ്യാൻ ശ്രീനിവാസനെ കേന്ദ്ര കഥാപാത്രമാക്കി ബിനു രാജിന്റെ ചിത്രം ഒരുങ്ങുന്നു. ഹാസ്യത്തിന് പ്രാധാന്യം നൽകി ഒരുക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ചിത്രം. വിജയകുമാറാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അൽതാഫ് സലീം, അനാർക്കലി മരക്കാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനോദ് ലീല സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മന്ദാകിനി. ചിത്രത്തിലെ വീഡിയോ ഗാനം റിലീസായി. ചിത്രം ഈ മാസം 24-ന് പ്രദർശനത്തിനെത്തും. തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി സാജോസ് ദാസ് സംവിധാനം ചെയ്ത ഗാർഡിയൻ ഏഞ്ചൽ. രാഹുൽ മാധവ്, മേജർ രവി, നഞ്ചിയമ്മ തുടങ്ങി നിരവധി താരങ്ങൾക്കൊപ്പം പുതുമുഖങ്ങളുടെ നീണ്ട നിരയും ചിത്രത്തിലുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ ജോ ടോം ചാക്കോ നായകനായി എത്തുന്ന ചിത്രമാണ് തിളപ്പ്. അവിര റബേക്കയാണ് രചനയും സംവിധാനവും. ശ്രീനിവാസൻ, സലീം കുമാർ ഉൾപ്പെടെ നിരവധി പ്രമുഖ താരങ്ങളും ചിത്രത്തിലുണ്ട്. ഷാജോൺ പ്രധാന വേഷത്തിലെത്തിയ CID രാമചന്ദ്രൻ റിട്ടയർഡ് SI തിയേറ്ററുകളിൽ. അനുമോൾ, സുധീർ കരമന, ബൈജു സന്തോഷ് ഉൾപ്പെടെയുള്ളവരും ചിത്രത്തിലുണ്ട്. സനൂപ് സത്യനാണ് സംവിധായകൻ. പുതിയ ആക്സസിബിലിറ്റി ഫീച്ചറുകൾ ഐഫോണിൽ അവതരിപ്പിക്കാൻ ആപ്പിൾ. ന്യൂസ് റൂമിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ആപ്പിളിന്റെ പ്രഖ്യാപനം. വരാനിരിക്കുന്ന iOS 18-ൽ ഈ ഫീച്ചറുകൾ ഉൾപ്പെടുത്തുമെന്ന് സൂചന. പുതിയ ഓഫർ അവതരിപ്പിച്ച് ജിയോ. തിരഞ്ഞെടുത്ത പ്രീപെയ്ഡ് പ്ലാനുകൾക്കൊപ്പം കോംപ്ലിമെന്ററി ഫാൻ കോഡ് സബ്സ്ക്രിപ്ഷൻ നൽകി. ജിയോ എയർ ഫൈബർ ആൻഡ് ഫൈബർ, ജിയോ മൊബിലിറ്റി എന്നിവയിലുള്ള തിരഞ്ഞെടുത്ത പ്ലാനുകളിൽ ആക്സസ് ലഭ്യം. ഓപ്പൺ AI-യുമായി സഹകരിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റ് റെഡിറ്റിൽ നിന്നുള്ള ഉള്ളടക്കങ്ങൾ ഇനി ലഭ്യമാക്കും. കരാറിനെ തുടർന്ന് റെഡിറ്റിന്റെ ഓഹരി മൂല്യത്തിൽ 12% വർധനവ്. ഗാലക്സി S25 പുറത്തിറക്കാൻ സാംസങ് സ്നാപ്ഡ്രാഗൺ ചിപ്പിനേക്കാൾ ശക്തിയേറിയ ചിപ്പ് ഫോണിൽ അവതരിപ്പിക്കുമെന്ന് പുതിയ റിപ്പോർട്ട്. എക്സിനോസ് 2500 ചിപ്സെറ്റ് ആയിരിക്കും അവതരിപ്പിക്കുകയെന്ന് സൂചന. ഈജിപ്തിലെ അന്തരിച്ച ആമെൻഹോട്ടെപ്പ് മൂന്നാമന്റെ മുഖം പുനർനിർമ്മിച്ച ശാസ്ത്രജ്ഞർ. പുനർനിർമ്മിച്ചത് 3400 വർഷങ്ങൾ ജീവിച്ചിരുന്ന ഈജിപ്ത് രാജാവിന്റെ മുഖം. ഇന്ത്യൻ വിപണിക്കായി പുതിയ മോഡൽ അവതരിപ്പിച്ച ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ഫുജിയാമ. തണ്ടർ പ്ലസ് എന്ന മോഡൽ 2 വേരിയന്റുകളിൽ ലഭ്യമാകും. 51,000 രൂപ മുതൽ 99,000 രൂപ വരെയാണ് എക്സ് ഷോറൂം വില. ഇന്ത്യൻ വിപണിയിൽ 3 മോഡലുകൾ വിൽപ്പനയ്ക്കൊരുങ്ങി. റെനോ ക്യൂട്ട് ഹാച്ച്ബാക്ക്, കൈഗർ SUV, ട്രൈബർ 7 സീറ്റർ എന്നീ മോഡലുകളാണെത്തുക. മികച്ച ഓഫറുകളിൽ വാഹനങ്ങൾ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ട്.
സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.